നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പല മൂവീസും ഇറങ്ങുന്നത് ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വിത്തിൻ ഡേയ്സിനുള്ളിലാണ് ഓൾ കേരള അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്കും അത് വളരെ ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ട് ഏറ്റവും ഷോർട്ട് ടൈമിൽ സെയിൽസ് കൂട്ടുന്നു, പ്രോഫിറ്റ് എടുക്കുന്നു. അപ്പൊ ഇത് എന്ത് തന്ത്രമാണ്? ഈ തന്ത്രം നമുക്ക് ബിസിനസ് ഓണേഴ്സിന് എങ്ങനെ ഉപയോഗിക്കാം? നിങ്ങൾക്ക് അറിയണോ? ഈ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, ലാസ്റ്റ് വരെ കാണാം. എന്തുകൊണ്ട് പല ബിസിനസ്സുകളും മാസങ്ങളും വർഷങ്ങളും മാർക്കറ്റിംഗ് ചെയ്തിട്ടും റിസൾട്ട് ഇല്ല, അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ട്, അതൊരു ഗ്രാജുവലി ഒരു കൂടുന്നില്ല, നോർമൽ ഇതിൽ നിൽക്കുകയാണ്, പ്രോപ്പറായിട്ട് റിസൾട്ട് എടുക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോ, സ്കിപ്പ് ചെയ്യാതെ. നിങ്ങളുടെ സൊല്യൂഷൻ ഇവിടെ ഉണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് മാർക്കറ്റിംഗ് ചെയ്ത് മാക്സിമം റിസൾട്ട് എടുക്കുന്ന ഈ ട്രിക്ക് എന്താണ്? മാക്സിമം റീച്ച് ആവുന്നതിന് ഈ ഒരു ട്രിക്ക്, ഇതിന്റെ ഉള്ളിലുള്ള രഹസ്യം എന്താണ് നമുക്ക് അറിയണ്ടേ? നിങ്ങൾ ഓരോ ബിസിനസ് ഓണേഴ്സും ഇത് അറിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, സെയിൽസ് കൂട്ടാൻ പറ്റും. യെസ്, സിനിമയുടെ ഫസ്റ്റ് പ്രൊമോഷൻ എന്ന് പറയുന്നത് അതിൽ നടന്മാർ, മെയിൻ ആയിട്ടുള്ള നടന്മാരും നടിമാരുമാണ് ആദ്യം പ്രൊമോഷന് വേണ്ടി വരുന്നത്. ഓക്കെ, അത് തന്നെയാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഓൾറെഡി നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയ എന്ത് ചെയ്യുന്നു, റീച്ച് ആയിട്ടുള്ള അക്കൗണ്ടുകൾ, ചാനലുകളൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ചാനലുകളിൽ പോയിട്ടാണ് അവരുടെ പ്രൊമോഷൻ, അതുപോലെ തന്നെ ഇന്റർവ്യൂസ് കൊടുക്കുന്നത്. അപ്പൊ അത് പെട്ടെന്ന് 1 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം വ്യൂവേഴ്സ് ഉള്ള അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള എല്ലാ ചാനലുകളിൽ പോയി സംസാരിക്കും, പെട്ടെന്ന് ആളുകളിലേക്ക് എത്തും. അപ്പൊ ഇതിന് കുറേ സമയമൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളൊരു 5 വർഷം 10 വർഷം കൊണ്ട് എടുക്കേണ്ട റീച്ച് വെറും 10-15 ദിവസം കൊണ്ട് എടുക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് അവരുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൊണ്ടല്ല. അല്ല, ഈ ചാനലുകൾ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ആളുകളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ചാനലുകളിലൂടെ അവരെത്തുമ്പോൾ എന്ത് ചെയ്യും, അവരുടെ ഫെയിം വീണ്ടും വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത്. അതാണ് അതിന്റെ ഒരു ഫാക്ട് എന്ന് പറയുന്നത്. ഏതൊരു ബിസിനസ്സിനും ഇതുപോലെ ഷോർട്ട് ടൈമിൽ സക്സസ് ആക്കി എടുക്കാൻ സാധിക്കും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതൊരു നഷ്ടമല്ല, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് വർഷങ്ങളോളം എടുത്ത് കിട്ടേണ്ട റിസൾട്ടിനെ ഷോർട്ട് ടൈമിൽ എടുക്കുക, എന്നിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിക്കാം. അപ്പൊ ഇതാണ് ഈ എപ്പോഴും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട മാർക്കറ്റിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇത് ആരും യൂസ് ചെയ്യുന്നോ നിങ്ങൾക്ക് വൻ ചേഞ്ച് ആണ് കൊണ്ടുവരാൻ സാധിക്കുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സേവ് ചെയ്ത് വെക്കുക, ഫോളോ ചെയ്യുക, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് അയച്ചു കൊടുക്കുക.